നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി കേരളീയ സമൂഹത്തിൽ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 12 ശ്രീ നിതിൻ രാജ് മരണപ്പെടുന്നത്. ഇന്ന് 15 ദിവസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ ഭരണ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ 52ഓളം സംഘടനകൾ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആ ഹർത്താൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. 52ഓളം സംഘടനകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ 52 ദലിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പട്ടാമ്പി തൃത്താല പ്രദേശങ്ങളിലെ DSM, BSP, KDSF, പാക്നാർ സംഘം എന്നിവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പിന്തുണ. കേരളം നവോത്ഥാനങ്ങളുടെ നാടായിരുന്നു മുൻപ്. എന്നാൽ ഇന്ന് പല അനാചാരങ്ങളും തിരികെ വരുന്ന കാഴ്ചയാണ്. അതിലൊന്നാണ് ജാതിപരമായ വേർതിരിവ്. ഇതിന്റെ ഭാഗമായിട്ടാണിപ്പോൾ നിതിൻ രാജ് മരണപ്പെട്ടതെന്ന് കുറേ നാളുകളായി കേരളീയ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഈ 52 സംഘടനകളിൽ പെടാത്തവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ വിവിധ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആ ഹർത്താലിന് പിന്തുണ നൽകാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. നാളെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ഹർത്താലിന് പട്ടാമ്പി തൃത്താല മേഖലകളിലെ വിവിധ സംഘടനകളുടെയും BSP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ അറിയിക്കുകയാണ്. ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ പൊതുസമൂഹം, വ്യാപാരി വ്യവസായികൾ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12 നിതിൻ രാജ് മരണപ്പെട്ടത്. 15 ദിവസം പിന്നിട്ടിട്ടും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്താനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഇത് പോലീസിന്റെ പോരായ്മയാണെന്നും കേരളം എല്ലാ രംഗത്തും മുന്നിലാണെന്ന് പറയുമ്പോൾ പോലും ഡോക്ടർ റാമിനെ കണ്ടെത്താനായില്ല എന്നതും സംശയം ജനിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ അവസരത്തിൽ സമൂഹത്തിലെ ദലിത് വിഭാഗക്കാർക്ക് നേരെ മേലിൽ ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഹർത്താൽ നടത്തുന്നതെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. അവശ്യ വസ്തുക്കളായ പത്രം, പാൽ, ആശുപത്രി തുടങ്ങിയവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയതായും വ്യാപാരികളും മറ്റു തൊഴിലാളികളും ഹർത്താലുമായി സഹകരിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ രാജേന്ദ്രൻ മുതുതല, ബാലൻ MP, ഡോക്ടർ M രാമചന്ദ്രൻ, വേലായുധൻ ഓതളൂർ, നാരായണൻ TP, U ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.